പ്രബോധനം ചെയ്യാൻ ബാധ്യസ്ഥരായവരാണ് നമ്മളൊക്കെ. ജീവിതത്തെ വിശുദ്ധ ഖുർആൻ കൊണ്ടും സുന്നത്തുകളെ കൊണ്ടൊക്കെ നന്നാക്കിയിട്ട് ജനങ്ങളെ പ്രബോധനം ചെയ്തുകൊണ്ട് ജനങ്ങളെ നമ്മുടെ സ്വഭാവം കൊണ്ട് നമ്മുടെ പെരുമാറ്റം കൊണ്ട് ദീനുൽ ഇസ്ലാമിലേക്ക് അടുപ്പിക്കേണ്ടവരാണ് നമ്മളൊക്കെ. എങ്ങനെയാണ് പ്രബോധനം ചെയ്യേണ്ടത്? അതിന് കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രബോധനം ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത് ഹുദിൽ അഫ്വ, ക്ഷമയും സൗമ്യതയും സ്വീകരിക്കണം. പ്രബോധനം നടത്തുമ്പോൾ ക്ഷമ വേണം. ക്ഷമയില്ലെങ്കിൽ നാം പറയുന്നത്, നമ്മൾ പ്രബോധനം ചെയ്യുന്നത് ജനങ്ങൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ നമുക്ക് കോപം വരാൻ പാടില്ല. ക്ഷമ വേണം. നമ്മൾ മറ്റുള്ളവരോട് ക്രൂരമായിട്ട് പെരുമാറാൻ പാടില്ല. നമ്മൾ വളരെ താഴ്ന്നു കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് കാര്യം കൊണ്ടാണ് പ്രബോധനം ചെയ്യുന്നത് അത് അവരുടെ ഉള്ളകങ്ങളിലേക്ക് എത്തുന്ന രൂപത്തിൽ സൗമ്യത കാണിക്കണം. ഹുദിൽ അഫു, നിങ്ങൾ സൗമ്യതയും ക്ഷമയും സ്വീകരിക്കണം റസൂലേ എന്ന് റസൂലിനോട് അല്ലാഹു പറയാൻ. മാത്രമല്ല, രണ്ടാമത്തെ കാര്യം വഅ്മുർ ബിൽ ഉർഫ്, സമൂഹത്തിൽ അംഗീകരിച്ച നന്മയുണ്ടല്ലോ അതിനെ നിങ്ങൾ പ്രചരിപ്പിക്കണം. നന്മ എന്താണോ ആ നന്മ ചെയ്യാനാണ് നിങ്ങൾ പ്രചരിപ്പിക്കേണ്ടത്. നന്മയുടെ വാഹകരാവുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നന്മ എന്താണോ ആ നന്മ എന്താണ് എന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ, അവർക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ കൽപ്പനകൾ വേണം. കൽപ്പിക്കുമ്പോൾ അതിൽ നന്മ ഉണ്ട് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടണം. മൂന്നാമത്തത് വഅഅദിൽ അനിൽ ജാഹിലീൻ, അനാവശ്യമായ തർക്കത്തിൽ ഇടപെടാതെ ജഹാലത്തുള്ള ആളുകളിൽ നിന്ന് മാറി നിൽക്കണം. അനാവശ്യമായ തർക്കത്തിൽ ഒരിക്കലും ഏർപ്പെടാൻ പാടില്ല. ജാഹിലീങ്ങളായ ആളുകൾ നമ്മെ പരാജയപ്പെടുത്താനും നമ്മെ കുത്തി ചൂഴ്ന്നെടുക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ ജാഹിലീങ്ങളാണെന്ന് തോന്നുകയാണെങ്കിൽ അവരെ അവഗണിക്കുകയാണ് വേണ്ടത്. ജാഹിലീങ്ങൾക്ക് സലാം പറയും. നമുക്ക് പറഞ്ഞു അല്ലേ, ജാഹിലീങ്ങളോട് ഖാലു സലാമ. ജാഹിലീങ്ങളായ ആളുകളെ കണ്ടുമുട്ടിയാൽ മുത്തഖീങ്ങളായ ആളുകൾ ചെയ്യുന്നത് ഖാലു സലാമ, അവരെ അവഗണിച്ച് കളയുമെന്നാണ്. സലാം പറഞ്ഞുകൊണ്ട് വിട്ടേച്ച് കളയും. അവരേറ്റ് തർക്കിച്ചുകൊണ്ട് സമയം പായാക്കുകയല്ല യഥാർത്ഥ പ്രബോധിതനായ മനുഷ്യൻ ചെയ്യേണ്ടത്. ഒരു പ്രബോധകനാകുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ തർക്കം, അനാവശ്യ തർക്കങ്ങളൊന്നും പാടില്ല. ആവശ്യമുള്ളതിൽ മാത്രം സംസാരിക്കുക. ഇസ്ലാമിക ദഅവത്തിൽ ക്ഷമയും വിവേകവും ചേർന്നിരിക്കണം. അല്ലാത്ത പക്ഷം നമ്മൾ ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്തുന്നതിന് സമാനമാണ് എന്ന് വളരെ കൃത്യമായിട്ട് ഞാൻ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ പ്രബോധകന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.